എല്ലാവർക്കും വൈഷ്ണവി കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വെർമിസെല്ലി പായസം ഉണ്ടാക്കണം. അതിന് അതായത് 1 ലിറ്റർ പാൽ, 2 കപ്പ് പാൽ, അതായത് 1 ലിറ്റർ പാൽ ഇവിടെ തിളപ്പിക്കാൻ വെച്ചു. അപ്പം ഇത് തിളച്ച് വരട്ടെ. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പം നമ്മളിതവിടെ പാല് 1 ലിറ്റർ എടുത്ത് തിളപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിനി കണ്ടൻസ് മിൽക്ക് തയ്യാറാക്കണം. അപ്പം നമ്മൾ ഇതിൽ നിന്നുമാണ് കുറച്ച് കണ്ടൻസ് മിൽക്ക് തയ്യാറാക്കാൻ എടുക്കുന്നത്. ഉരുളി വെച്ചു. നമ്മുടെ വെർമിസെല്ലി നന്നായിട്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിനി എന്ത് ചെയ്യാം, ഇത് നന്നായിട്ട് നെയ്യിൽ വറട്ടി, അതായത് കുറച്ച് മൂപ്പിച്ചെടുക്കാം. നമ്മളുടെ വെർമിസെല്ലി ഇവിടെ ഇട്ടു. 140 ഗ്രാം വെർമിസെല്ലിയാണ് നമ്മൾ എടുത്തത്. പിന്നെ നെയ്യ് ഒഴിച്ചിട്ടാണ് നമ്മൾ വറക്കണത്. അപ്പോൾ നമുക്കൊന്ന് നല്ല ചെറിയ രീതിയിൽ ചുമപ്പ് കളറാക്കിയിട്ട് വരാം. ചെറിയ തീയിൽ വേണം നമ്മൾ ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. കണ്ടൻസ് മിൽക്ക് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി പായസത്തിലേക്ക് കിടക്കാം. നമ്മൾ വെർമിസെല്ലി നന്നായിട്ട് മൂപ്പിച്ച് വെച്ചു. ചെറിയ ഗോൾഡൻ ചുവപ്പ് കളറായി. അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കുകയാണ്. നന്നായിട്ട് വേവിച്ചെടുക്കണം. കണ്ടോ കളർ കണ്ടോ മനസ്സിലായി. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ പാലൊഴിച്ചു. ഇത് ഇനി പാലേക്കാണ് നന്നായിട്ട് വെന്ത് വരണം. നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വേവിച്ചിട്ട് കാണാം. 1 ലിറ്റർ പാലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് നമ്മൾ ഉണ്ടാക്കിയാണ്. ആ പാലിൽ തന്നെ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കേണ്ടത് പാൽപ്പൊടി, പഞ്ചസാര, കുറച്ച് പാൽ എന്നിട്ട് കുറുക്കിയെടുക്കുക. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. പല ഇതിലും ഞാൻ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കണ കാണിച്ചിട്ടുണ്ട്. നമ്മളെന്താ കുറച്ചും കൂടി പാലൊഴിച്ച് ഇപ്പം ഞാൻ കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇപ്പം വെന്തു. ഇത് പാലും ഇതെല്ലാം കൂടി വെർമിസെല്ലി നന്നായിട്ട് പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി പാൽ ഒഴിക്കാം. കുറച്ചായിട്ട് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പായസത്തിന്. അവസാനം എന്താ കുറച്ച് കണ്ടൻസ് മിൽക്ക് മാറ്റി വെച്ച് അത് നമ്മൾ ഇതിൽ കൂടെ ഒഴിക്കുകയാണ്. നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. നമ്മളിതാ അപ്പം പാലൊക്കെ ഒഴിച്ച് നല്ല സെറ്റ്. നമുക്കിനി പഞ്ചസാര ഇടാം. ഓൾറെഡി കണ്ടൻസ് മിൽക്ക് നല്ല മധുരമുണ്ട്. നമുക്കിനി പഞ്ചസാരയും കൂടി ഇടാം. ആവശ്യത്തിനുള്ള മധുരം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മധുരം നമ്മൾ ചേർക്കാം. ഓണം സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് വെർമിസെല്ലി പായസം. എൻ്റെ ബാക്കിൽ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു പായസം ഉണ്ടാക്കിയല്ലേ, അപ്പം എല്ലാവരുടെയും എത്തിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിതാ പായസം റെഡിയായി. നമ്മൾ കശുവണ്ടി, മുന്തിരിങ്ങയും ഏലക്കയൊക്കെ ഇട്ടു.
നമ്മൾ ചെറിയൊരു പഞ്ചസാരയും പാലും ചെറുതായിട്ടും ചൂടാക്കി ഒഴിച്ചിട്ടുണ്ട് ടേസ്റ്റ് കിട്ടാനായിട്ടാണ്. അത് അവസാനം ചെയ്യുമ്പോൾ പായസത്തിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചെടുത്ത് പൂജാമുറി കൊണ്ടുവച്ച് തുളസിമാലയും പായസത്തിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പായസം എപ്പോൾ ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കുമ്പോൾ എടുക്കണത്. ഒന്ന് പൂജാമുറി കൊണ്ട് വച്ചിട്ടേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ, പായസം കഴിക്കാറുള്ളൂ. നമ്മുടെ പായസം ഇവിടെ റെഡി. ഇനി നമുക്ക് ഈ പായസം ഒന്ന് സെർവ് ചെയ്യാം.